ഹായ്, ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ദീപാവലി ആയിരുന്നു, അപ്പൊ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ ഇല്ല. ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ദീപാവലി വിഷസ്. അപ്പൊ ആദ്യത്തെ ന്യൂസ്, ട്രൂപ്സ് കംപ്ലീറ്റ് ഡിസെൻഗേജ്മെന്റ് അറ്റ് ഡെസ്പാങ് ആൻഡ് ഡെംചോക്ക്. ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂല് അന്ന് ഈ പിന്നീട് കോവിഡിന്റെ സമയത്ത് ഉണ്ടായ ബോർഡർ പ്രോബ്ലംസ് മെയിൻലി ഒരുപാട് ഏരിയാസിൽ ഉണ്ടായിരുന്നു ലഡാക്കിൽ. അതെല്ലാം ഒരുപാട് ഈ കമാൻഡർ ലെവലിലുള്ള പട്ടാളത്തിലെ കമാൻഡേഴ്സ് ലെവലിലുള്ള മീറ്റിംഗ്സ് വഴി തന്നെ അവിടെയൊക്കെ ഡിസെൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെപ്പാട് ഫ്രിക്ഷൻ പോയിന്റ്സ് രണ്ടെണ്ണം റിമെയിൻ ചെയ്തത് ഡെപ്സാങ്ങും ഡെംചോക്കും ആണ്. അവിടെയാണ് ഇപ്പോൾ ഡിസെൻഗേജ്മെന്റ് നടക്കുന്നത്. അവിടെ ഡിസെൻഗേജ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി പട്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ രണ്ടിടത്തും ഈ കോർഡിനേറ്റഡ് പട്രോളിംഗ് ആയിരിക്കും. ചൈനയുടെ ഇന്ത്യയുടെ പട്ടാളോട് ഒരുമിച്ചായിരിക്കും പട്രോളിംഗ്. കാര്യം ഒരു ഫേസ് ഓഫ് അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ബഫർ സോൺസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് അവിടേക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇനിയിപ്പം ഫെർദർ ആയിട്ടുള്ള മിനിസ്ട്രി ലെവലിൽ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ലെവലിലുള്ള മീറ്റിംഗ് വഴി, ഗവൺമെന്റ് ടു ഗവൺമെന്റ് വഴിയുള്ള മീറ്റിംഗ് വഴി അതൊക്കെ സോൾവ് ചെയ്യട്ടെ. കാര്യം ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് ജയന്റ്സ് ആണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഉറപ്പായിട്ടും അത് ലോകത്തിന് ശക്തമായ ഒരു മെസ്സേജ് ആയിരിക്കും. നമ്മൾ ഈ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് ഈ അമേരിക്കയും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളൊക്കെ ചൈനയെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത്, രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അതാണ് ആദ്യത്തെ ന്യൂസ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്, കോർ സെക്ടർ ഔട്ട്പുട്ട് സ്കിപ്സ് ടു 10-month ലോ ഇൻ സെപ്റ്റംബർ, ഗ്രോത്ത് ആൻസൈറ്റീസ് ഡീപ്പൻ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7% ആയിരിക്കും IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. 7.2% ആയിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നൊമൂറ എന്ന് പറയുന്ന ഏജൻസി ഈ ഇടയ്ക്ക് പറഞ്ഞു അല്ല, ഏതാണ്ട് 6.8% ഗ്രോ ചെയ്യുള്ളൂ. കാര്യം ഇന്ത്യൻ എക്കോണമിക്കകത്ത് ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി അർബൻ മേഖലയിലൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. റൂറൽ മേഖല പക്ഷേ പിക്കപ്പ് ചെയ്യാണ് ബിക്കോസ് ഓഫ് ദ ഗുഡ് മൺസൂൺ വി റിസീവ്ഡ് ഡ്യൂറിംഗ് this monsoon season. So agriculture output will be increased because of the good monsoons we received, and this will improve the rural economy and rural consumption will also be improved എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർബൻ ഏരിയയിൽ അതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കോർ സെക്ടർ ഔട്ട്പുട്ട്, കോർ സെക്ടർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ മാസവും ഞാൻ പറഞ്ഞെടുക്കും. ബിക്കോസ് എവറി മന്ത് ദിസ് ഡേറ്റ will be released. അപ്പോൾ കോർ സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമിയുടെ 8 സെക്ടേഴ്സിനാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. 8 സെക്ടേഴ്സിനാണ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, coal, crude oil, natural gas, fertilizers and refinery products. These 8 sectors are known as core sectors, and the total IIP means IIP is another indicator of industrial growth. IIP means Index of Industrial Production. Out of this IIP, 40% contribution comes from core sector industries. So there are a lot of industries. Out of that, 8 sectors are known as core sector industries that I explained to you right now. And IIP is the indicator of total industrial output, not core sector industries alone. This IIP represents the total industrial output of India. Out of this IIP, 40% weightage belongs to core sector industries. അപ്പോൾ 40% ഈ മൊത്തം IIPക്കകത്ത് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ് കുറച്ച് കുറവാണ് ഇപ്പം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നീട് ഡൽഹി ഡസ് നോട്ട് നീഡ് ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഇപ്പൊ വലിയൊരു മാറ്റം വന്നു. ഞാനത് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ബിജു നായർ ഫാക്ട് എക്സ് എന്ന് പറയുന്ന എന്റെ ചാനലിന്റെ അകത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്നൊക്കെ അറിയാം. ഇന്ത്യയില് 60 വയസ്സിനുള്ള മുകളിലുള്ള പോപ്പുലേഷൻ, സീനിയർ സിറ്റിസൺസ്, ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ 10% ആണ് ഇപ്പം. അത് 2050 കൂടി ടോട്ടൽ പോപ്പുലേഷന്റെ 20% ക്രോസ് ചെയ്യും. നിങ്ങൾക്കറിയാം സീനിയർ സിറ്റിസൺസ് അവര് ഒരു മിക്കവാറുള്ളവരെല്ലാം വൾണറബിൾ കണ്ടീഷനിലായിരിക്കും. മെനി ഓഫ് ദം ഹാവ് നോ ഇൻകം ബിക്കോസ് ദാറ്റ് ഏജ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വർക്കിംഗ് ഓൾസോ. അപ്പോൾ അവർക്ക് പൂറായിട്ടുള്ള ആൾക്കാർക്ക് ഈ ട്രീറ്റ്മെന്റ് അതൊക്കെ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അപ്പൊ അത് കണ്ടറിഞ്ഞ് ഗവൺമെന്റ് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഇൻകം സ്റ്റാറ്റസ്, വെദർ ദേ ആർ BPL or APL, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു പ്രൊവൈഡ് ദം ഫ്രീ ട്രീറ്റ്മെന്റ് അപ് ടു എത്ര ഒരു ലിമിറ്റ് ഉണ്ട്, 5 lakhs rupees വരെ പെർ ആനം. അപ്പൊ 70 വയസ്സുള്ള ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും 5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ ഫ്രീ ആക്കി. പക്ഷെ ഇതിലൊരു പ്രശ്നം, ഡൽഹി, യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയും
വെസ്റ്റ് ബംഗാളും ഇത് നടപ്പാക്കിയിട്ടില്ല. അവർ പറഞ്ഞ അവർക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്കീംസ് അവരുടെ നാട്ടിലുണ്ടെന്നാണ്. അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അവിടെ. പിന്നെ താഴോട്ട് വരുമ്പോ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കാനഡ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ അമിത്ഷായാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഖാലിസ്ഥാനി സപ്പോർട്ടേഴ്സ് ഇന്ത്യ വിശ്വസിക്കുന്ന കാനഡയിലെ സിറ്റിസൺസിനെ ടാർഗറ്റ് ചെയ്യാൻ അമിത്ഷാ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ആണ് ഓപ്പറേഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡയറക്ട്ലി അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ അക്യൂസ് ചെയ്തിരിക്കുന്നു. ആൻഡ് അപ്പോഴും എവിഡൻസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എവിഡൻസ് അത് ഈ ന്യൂസ് വായിച്ചു നോക്കിയത്. എവിഡൻസ് അവർ ഡയറക്ട്ലി ഷായ ഈ ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എവിഡൻസസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഓരോ ദിവസവും ഇന്ത്യയുടെ കാനഡയായിട്ടുള്ള ബന്ധം മോശമാവാൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം മതി. ഈവൻ ഇഫ് ദർ ഇസ് നോ ഡയറക്റ്റ് എവിഡൻസസ് linking Home Minister Amit Shah or any government officials to this Nijjar killing episode. എവിഡൻസ് ഒന്നുമില്ല, പക്ഷേ ഓരോരോ സ്റ്റേറ്റ്മെന്റ് വഴി റിലേഷൻഷിപ്പ് മോശമായിക്കൊണ്ടിരിക്കുക. പിന്നെ ഡൽഹിസ് എയർ ക്വാളിറ്റി പ്ലംമെറ്റ്സ് ടു വെരി പുവർ ലൈക്ലി ടു വേഴ്സൺ ആഫ്റ്റർ ദീപാവലി എന്നൊരു ന്യൂസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഓരോ ദിവസവും എന്തുകൊണ്ട് മോശമാകുന്നതൊക്കെ. പ്രത്യേകിച്ച് ഈ സീസണില് ഡൽഹിയിലെ അഡ്ജോയിനിങ് സ്റ്റേറ്റുകളിൽ പിന്നീട് ഇതാണ് എന്താ പറയുക, ഈ സ്റ്റബിൾ ബേണിങ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റബിൾ ബേണിങ് ചെയ്യും. പിന്നീട് അതൊരു കാര്യം മെയിൻലി. പിന്നെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ട്. ഇതെല്ലാം ഈ വിന്റർ സീസൺ വരുമ്പോൾ മൺസൂൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ തങ്ങി നിൽക്കും ലോവർ സർഫസിൽ. അപ്പം അത് പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ലെവൽ കൂട്ടുന്നതിന് കാരണമാവും എയറിൽ. അപ്പൊ അതാണ് ഈ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള കാരണം. അതിലൂടെ ദീപാവലിയൊക്കെ വരുമ്പോൾ അതും പ്രശ്നമാണ്. അപ്പം CPCB ആണ് ഇന്ത്യയുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഏജൻസി. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. CPCB എന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇന്ത്യയുടെ എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഇൻഡെക്സ് ആണ് AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഓക്കെ, അറിഞ്ഞിരിക്കും. അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത പേജില് ഇല്ല, ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല നമുക്ക് അടുത്ത പേജിൽ. അതിനടുത്ത പേജുകളിൽ ഒന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ കിങ് ചാൾസ് ആൻഡ് കാമില്ല വിസിറ്റ് ഹോളിസ്റ്റിക് ഹെൽത്ത് സെന്റർ ഇൻ ബംഗളൂരു എന്നൊരു ന്യൂസ് വായിക്കാം. കിങ് ചാൾസ് ഏത് രാജ്യത്തെ കിങ് ആണ് നമുക്കറിയാം? ബ്രിട്ടന്റെ, UK കിങ് ആണ് കിങ് ചാൾസ്. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത ചാൾസിനുള്ളത് കോമൺവെൽത്തിന്റെ ഹെഡും കൂടിയാണ്. കോമൺവെൽത്ത് നിങ്ങൾക്ക് അറിയാം. കോമൺവെൽത്ത് ഓർഗനൈസേഷൻ. ഇന്ത്യ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് കോമൺവെൽത്ത് ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോമൺവെൽത്ത് ഓർഗനൈസേഷൻ ഈസ് ഇൻ ലണ്ടൻ. പ്രീവിയസ് ബ്രിട്ടീഷ് കോളനീസ് ആൻഡ് ബ്രിട്ടൻ, അതാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ആ കോമൺവെൽത്തിന്റെ ഹെഡും കിങ് ചാൾസ് ആണ്, അറിഞ്ഞിരിക്കുക. അത് ഇന്ത്യയിലുണ്ട് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഇല്ല, വേറെ ആവശ്യമുള്ള ന്യൂസുകളൊന്നും ഇല്ല. വേറെ നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ്. നമുക്ക് ആദ്യത്തെ എഡിറ്റോറിയൽ ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇഫ് ദർ ഈസ് നോ ഇമ്പോർട്ടൻസ് then also you should read editorial because of the fact that your comprehension skill and vocabulary skill will be improved. അതാണ് നമ്മളുടെ മെയിൻ റീസൺ ആയിട്ട് നമ്മൾ പിന്നീട് എഡിറ്റോറിയൽ വായിക്കുന്നതിന്റെ കാരണം. പക്ഷേ ഇവിടെ ഇന്നത്തെ എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡ് എഡിറ്റോറിയൽ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യയുടെ 2 സുഹൃത്ത് രാജ്യങ്ങൾ, ഇന്ത്യക്ക് സുഹൃത്ത് രാജ്യങ്ങളാണ് മെജോറിറ്റി ഉള്ളത്. അപ്പൊ ഇതില് ജർമ്മനിയും സ്പെയിനും, അവർ രണ്ടുപേരാണ് ഈ എഡിറ്റോറിയലിലെ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പം ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജർമ്മനിയുടെ ചാൻസലർ ആരാണ്? ഒലാഫ് ഷോൾസ്. ചാൻസലർ ഈസ് ദ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇൻ ജർമ്മനി. And right now, Chancellor is Olaf Scholz. He came to India in the last week, and at the same time, on the very next day, Spanish Prime Minister, another powerful European country, Spain, and its Prime Minister Pedro Sanchez also visited India. അപ്പോ ഈ 2 വിസിറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈ വിസിറ്റ് സംഭവിക്കുമ്പോ ഇതിൽ ഷോൾസിന്റെ വിസിറ്റ് ആക്ച്വലി ബൈ ആനുവലി നടക്കുന്ന 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഇന്റർ ഗവൺമെന്റ് കൺസൾട്ടേഷൻസിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. മെയിൻലി ജർമ്മനി ഇന്ത്യയും തമ്മിൽ ഇന്റർ ഗവൺമെന്റ് കൺസൾട്ടേഷൻസ് നടക്കും ബൈ ആനുവലി. എന്നിരുന്നാലും 2023 ശേഷം അദ്ദേഹത്തിന്റെ തേർഡ് വിസിറ്റ് ആണ്. 2023 ശേഷം ഇതുവരെ
1.5 വർഷത്തിന് വെച്ചാൽ 3 times ജർമ്മൻ ചാൻസലർ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തവണ G20 അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, G20 മീറ്റിംഗ്. പിന്നെ മോഡി 2022 ജർമ്മനി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 രാഷ്ട്രത്തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 വർഷത്തിനകത്ത് 4 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് ജർമ്മനിയായിട്ട് ഇന്ത്യക്ക് ഭയങ്കര വലിയ സൗഹൃദം ഉള്ള ഒരു നേഷനാണ്. ടെക്നോളജിയിൽ, സ്കില്ലിംഗ് ആൻഡ് മൊബിലിറ്റിയിൽ, ഗ്രീൻ എനർജി കോഓപ്പറേഷനിൽ, ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഇതെല്ലാം ഇന്ത്യയും ജർമ്മനി തമ്മിലുള്ള എഗ്രിമെന്റ്സ് സൈൻ ചെയ്തു. ഷോൾസിന്റെ ഈ വരവില് $26 ബില്യൺ ആണ് ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ബയലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. $27 ബില്യൺ ജർമ്മനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോക്സ് വാഗൺ ജർമ്മൻ കാറാണ്, ബെൻസ് ജർമ്മൻ കാറാണ്, BMW ജർമ്മൻ കാറാണ്, ഓഡി ജർമ്മൻ കാറാണ്. ഇവരെല്ലാം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ മാത്രമല്ല, ഓട്ടോമൊബൈൽ സെക്ടറിലല്ല വേറെ ഒരുപാട് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതെല്ലാം കൂടി ചേർത്ത് $27 ബില്യൺ ആണ് ജർമ്മനിക്കാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ട്രേഡിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും കുറിച്ചായിരിക്കും ഈ 2 രാഷ്ട്ര തലവന്മാരും കൂടുതലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യ പസഫിക് കോൺഫറൻസ് ഓഫ് ജർമ്മൻ ബിസിനസ് എന്നുള്ള സംഭവം ഇന്ത്യയിൽ ഷോൾസിന്റെ വിസിറ്റിനോടനുബന്ധിച്ച് നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 2 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് പെഡ്രോ സാഞ്ചസ് വരുന്നത്. പെഡ്രോ സാഞ്ചസ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹം പക്ഷേ സ്പെയിനുമായിട്ട് ഇന്ത്യക്കുള്ള ട്രേഡ് ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. $10 ബില്യൺ ട്രേഡ് 2 രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും സ്പെയിൻ പതുക്കെ ഇന്ത്യയുടെ ഒരു ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് പാർട്ട്ണറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ 2 രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. അതിന്റെ ഹൈലൈറ്റ് എന്തായിരുന്നു? കഴിഞ്ഞ ഒരു യൂട്യൂബ് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ എന്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ഹൈലൈറ്റ് ഇതായിരുന്നു: C-295 എയർക്രാഫ്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. ഈ C-295 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ഗുജറാത്തിലെ വഡോദരയില് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL എയർബസുമായിട്ട് ചേർന്ന് നിർമ്മിക്കാൻ തുടങ്ങുന്നു. അത് ഇന്ത്യക്ക് ഒരു പുതുമയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം, ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ആരുടെ? പെഡ്രോ സാഞ്ചസിന്റെ വിസിറ്റിന്റെ. പക്ഷെ ഈ 2 രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ വിസിറ്റ് പരസ്പരം കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നപ്പം തന്നെ ഇന്ത്യ കൊടുക്കുന്ന മെസ്സേജ് വളരെ ശക്തമാണ്. നമ്മൾ യൂറോപ്പിലെ ഓരോ പ്രമുഖ രാജ്യങ്ങളുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ 2 രാജ്യങ്ങൾ ഒരു കാര്യത്തിൽ കോമ്പീറ്റും ചെയ്യുന്നുണ്ട്. അതും പറയുന്നുണ്ട് ഇവിടെ. ഇന്ത്യ സബ്മറൈൻസ് വാങ്ങാൻ പോയാ, ഇന്ത്യ അത്യാവശ്യമായിട്ട് നമ്മളെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കുറെ സബ്മറൈൻസ് വാങ്ങാൻ പോകുന്നത്. ഏതാണ്ട് 50,000 crores വെരി ബിഗ് ഡീലാണ്. ആ ഡീലിൽ 2 രാജ്യങ്ങളെ ഫൈനലി ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതാണ് ജർമ്മനിയും സ്പെയിനും. അപ്പം ഇവര് തങ്ങളുടെ ഒരു കോമ്പറ്റീഷനോട് നടക്കുന്ന ഒരു സമയത്ത് അവർ ഇന്ത്യയിൽ വരുന്നു. പക്ഷേ ഈ ടൈമിംഗ്, ഈ മീറ്റിംഗിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിരിക്കേണ്ടെന്ന ഈ വീഡിയോ പറയുന്ന, ഈ എഡിറ്റോറിയൽ പറയുന്ന. അതായത് ഇപ്പൊ അങ്ങോട്ട് ബ്രിക്സ് സമ്മിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. ലോകത്തിലെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ സമ്മിറ്റ് ഇപ്പൊ നടന്നേ ഉള്ളൂ. കസാനിൽ വെച്ച്, റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ വെച്ച്. അതിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു. അവിടെ ആ മീറ്റിംഗ് ഇപ്പൊ യുക്രൈൻ വാറിന്റെ പശ്ചാത്തലത്തിൽ ആണ് നടക്കുന്ന. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യക്ക് ഇതിന്റെ പേരിൽ റഷ്യക്ക് എതിരെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യ ഒരു സൈഡിൽ റഷ്യയും മറ്റ് റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളായിട്ടൊക്കെയുള്ള ടൈസ് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ, അതേ സമയത്ത് അവരെ എതിർത്ത് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് അമേരിക്കയായിട്ടുള്ള ടൈസും ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ ഉടമേതരം നടത്തുന്ന പറഞ്ഞേക്കുന്നത്. പിന്നെ യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഓഫ് ലൈഫിനെയൊക്കെ ഇന്ത്യ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പെയിനുമായിട്ട് ജർമ്മനിയായിട്ടുള്ള മീറ്റിംഗിൽ ഇന്ത്യ ഈ ഹമാസ് ഇസ്രായേൽ വാറിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. ആ വാറില് ഈ 2 രാജ്യങ്ങളായിട്ടും ലാസ്റ്റിൽ മീറ്റിംഗിന്റെ എൻഡിൽ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യും, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ അവരുമായിട്ട്. അപ്പൊ ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഹമാസ് ഇസ്രായേൽ വാറിന് 2 രാജ്യങ്ങളായിട്ടുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ 2 രീതിയിലാണ് മെൻഷൻ ചെയ്തിരുന്നത്. ഇപ്പൊ ജർമ്മനി ആയിട്ടുള്ള ഇതില് ഹമാസിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് October 7 ഹമാസ് ചെയ്തത് തെറ്റായി പോയി, ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നത്. പക്ഷെ സ്പെയിനുമായിട്ടുള്ളതിൽ അങ്ങനെയല്ല. 2 സൈഡിലെ ലോസ് ഓഫ് ലൈഫ്സ് കുറയ്ക്കണം എന്നും പറഞ്ഞൊക്കെയാണ്. എന്നിട്ട് ഹമാസിനെയോ അല്ലെങ്കിൽ October 7 അറ്റാക്കിനെയോ ഒന്നും വളരെ ഡീപ്പ് ഇതായിട്ട് മെൻഷൻ ചെയ്തില്ല. അതിന്റെ കാരണം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണെങ്കിലും സ്പെയിൻ ഒരു ഡിഫറെന്റ് പൊസിഷനാണ് എടുത്തത്. സ്പെയിൻ പാലസ്റ്റീനിനെ ഈയിടയ്ക്ക് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തെന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുവന്നത് തടയുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഷിപ്പിനെ തന്നെ സ്പെയിൻ ഇടയ്ക്ക് വെച്ച് തടഞ്ഞായിരുന്നു, ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുവന്ന ഷിപ്പിന്. അപ്പം ഇസ്രായേലിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഹോസ്റ്റൈൽ അപ്രോച്ചാണ് ഇപ്പൊ സ്പെയിൻ യൂറോപ്യൻ യൂണിയൻ നേഷൻസിന്റെ കൂട്ടത്തിൽ സ്വീകരിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ 2 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ച് ഈ സ്പെയിനുമായിട്ടും ജർമ്മനിയായിട്ടും ഇന്ത്യക്ക് വന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും
ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് മെച്ചപ്പെടുത്താൻ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നീക്കങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. യൂറോപ്യൻ യൂണിയന്റെ അകത്തുള്ള രാജ്യങ്ങളാണ് ഇവർ രണ്ടും. യൂറോപ്യൻ യൂണിയന്റെ കൂടെയും ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഓരോ മീറ്റിംഗ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വളരെ നല്ല കാര്യമാണ്, നല്ല രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ സൺ സയൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ സൺ സയൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലിൽ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത വളരെ കമന്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഹീറ്റ് വേവ് എന്ന് പറയുന്ന സംഭവം വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ WMOയുടെ UN അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷനാണ് WMO, വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഇവരുടെ ഡിക്ലറേഷൻ അനുസരിച്ച് 2023 ആണ് ലോകത്തിലെ ഹോട്ടസ്റ്റ് ഇയർ. ഈ വർഷം 2024 അതിന് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മളുടെ സൗത്ത് ഏഷ്യയിലെ പല റീജിയൻസ്, ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റീജിയൻസ് ഓഫ് സൗത്ത് ഏഷ്യ, ഇവിടെ ആയിരിക്കണം ഭാവിയിൽ ഇന്റൻസ് ഹീറ്റ് ഹസാർഡ്സ് ഉണ്ടാവാൻ പോണ എക്സ്ട്രീം ടെമ്പറേച്ചർ വേവ്സ് മൂലം എന്നാ പറഞ്ഞേക്കുന്നത്. എക്സ്പെഷ്യലി അഗ്രികൾച്ചർ റീജിയൻസ് ഓഫ് ഗാഞ്ചസ് ആൻഡ് ഇൻഡസ് ബേസിൻ ഈ വലിയ പ്രോബ്ലംസ് ഹീറ്റ് വേവ്സ് കൊണ്ട് ഫേസ് ചെയ്യും എന്നാ പറയുന്നത് ഫ്യൂച്ചറിൽ. ഇതാണ് WMOയുടെ ഒക്കെ പ്രഡിക്ഷൻ. 37 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ നമ്മളുടെ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന അതാണ് ഹ്യൂമൻ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനേക്കാളും മുകളിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. അത് ഇമ്മഷറബിൾ ആയിട്ടുള്ള സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കും, നമ്മളുടെ ബോഡിലി ഫംഗ്ഷൻസിനെ അത് ബാധിക്കും, നമ്മളുടെ വൈറ്റൽ ഓർഗൻസിനെ അത് ബാധിക്കും. വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് മരണവും സംഭവിച്ചേക്കാം. പിന്നെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ അത്യാവശ്യം സോഷ്യലി എന്താ പറയുന്ന ബാക്ക്വേർഡ് ആണ് ഡെവലപ്മെന്റ് കാര്യത്തിലും ഒക്കെ നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ അത്യാവശ്യം കുറച്ചൊക്കെ പോവർട്ടി ഉണ്ട്, ഷെൽട്ടർ പ്രോപ്പർ ആയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, വസ്ത്രങ്ങളില്ലാത്തവരുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഹീറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രിപ്പയർഡ്നെസ്സിനെ ബാധിക്കും. വീടില്ലാത്ത ഒരുത്തൻ, അയാൾക്ക് വീട്ടിനകത്താലും കയറിയിരിക്കുക ഹീറ്റ് വേവ് ഉള്ള സമയത്ത്. വീടില്ലാത്ത ഒരുത്തൻ എന്ത് ചെയ്യും? അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, ചിൽഡ്രൻ, പ്രയർ ആയിട്ടുള്ള ഇൽനെസ് ഉള്ള ആൾക്കാർ, കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, ഇവരെല്ലാവരെയും ഈ ഹീറ്റ് വേവ്സ് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ തമിഴ്നാട് നമ്മൾ സ്റ്റേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഒരുപാട് ഡിസ്ട്രിക്ട്സ് ഉണ്ട്. നമുക്കറിയാതെ തമിഴ്നാട്ടിലെ ചൂട് കേരളത്തിനേക്കാളും കൂടുതലാണ്. തമിഴ്നാട്ടിലെ ഒരുപാട് ഡിസ്ട്രിക്റ്റുകളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചറാണ് ഈ നമ്മളുടെ ചൂട് സമയത്ത്, സമ്മർ സമയത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ ഈ പ്രോബ്ലം കൂടുതൽ പ്രോബ്ലമാറ്റിക് ആണ്, അപ്പോ കൂടുതൽ സീരിയസ് ആണ്. അപ്പം ഇതിന്റെ കൂടെ തമിഴ്നാടിന് കോസ്റ്റൽ ഏരിയ വലുതായിട്ടുണ്ട്. ഈ കോസ്റ്റൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കോസ്റ്റൽ ഏരിയാസിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ്, ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്ന ഒരു ഫിനോമിനാണ് വെറ്റ് ബൾബ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഫിനോമിനൻ തമിഴ്നാട്ടിൽ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ഹീറ്റ് വേവ് മൂലം ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാല്, അവർ ചെയ്ത കാര്യമാണ് ഇതുവരെയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നുണ്ടാവുന്ന ലോസസിന്, ഈ ഹീറ്റ് വേവ്സ് ഉണ്ടാവുന്ന ലോസസിന് റിലീഫ് കൊടുക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിച്ചു. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ചെയ്യുന്നു. അപ്പൊ അത് മരിക്കുന്ന ആൾക്കാരുടെ കിൻസിന്, ബന്ധുക്കൾക്ക് എക്സ്ഗ്രേഷ്യ പേയ്മെന്റ്സ്, അതിന് മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവർക്ക് മെഡിക്കൽ കെയർ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലാത്തവർക്ക് ഡ്രിങ്കിങ് വാട്ടർ, ORS പാക്കറ്റുകൾ, വർക്കിംഗ് അവേഴ്സ് റീഷെഡ്യൂളിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവലില് ഇന്റർവെൻഷൻ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ തമിഴ്നാട് തീരുമാനിച്ചു. അത്തരത്തിൽ ചെയ്യുന്ന ഇതൊരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് ഫണ്ടൊക്കെ കൊടുക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ഒരു ആദ്യത്തെ സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. മറ്റ് സ്റ്റേറ്റുകൾക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എഡിറ്റോറിയൽ പറയേണ്ട കാര്യം. പിന്നെ ഈ ആർട്ടിക്കിൾസ് ഇത് ടാക്കിൾ ദ ഇഷ്യൂ ഓഫ് അഡ്ജോൺമെന്റ്സ് കേസ് പെൻഡൻസി എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ആണ്. ഇതിന്റെയൊക്കെ കണ്ടന്റ് എന്താണ് ജസ്റ്റ് പറഞ്ഞില്ല, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയമില്ല, ഞാൻ ചെയ്യുന്നതുമില്ല. ഇതില്ല, ഈ അഡ്ജോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കോടതികൾ കേസുകൾ വിളിച്ച് മാറ്റി വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആവറേജ് ലെവലിൽ ഒരു കേസിന്റെ വിധി വരാൻ മിനിമം 6-7 വർഷം എടുക്കുമെന്നാ പറയുന്നത്. അപ്പൊ അപ്പം ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഡിനൈഡിന് ഈക്വൽ ആണെന്നാ പറയുന്നത്. ഡിലേഡ് ജസ്റ്റിസ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല.
പക്ഷേ അപ്പൊ ഈ ഇടയ്ക്ക് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഈ ഇടയ്ക്ക് ഒരു കോൺഫറൻസിൽ ഇനാഗുറൽ അഡ്രസ് നടത്തിക്കൊണ്ട് അവർ പറഞ്ഞു. അതിന്റെ ബേസിൽ അദ്ദേഹം എഴുതിയേക്കുന്നത് അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം, ഹൈക്കോർട്ട് ഓഫ് തെലങ്കാനയില. അപ്പൊ ഇതിന് കാരണം ഒന്നാമത്തെ കാര്യം 1 മില്യൺ പോപ്പുലേഷൻ എത്ര ജഡ്ജിമാര് വേണം എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ 1 മില്യൺ, അതായത് 10 ലക്ഷം പോപ്പുലേഷന് 50 ജഡ്ജിമാര് വേണമെന്നാണ്. പക്ഷെ ഇന്ത്യയിൽ 21 ജഡ്ജിമാരേ ഉള്ളൂ, 21 ജഡ്ജിമാരേ ഉള്ളൂ. ഈ 21 ജഡ്ജിമാർ തന്നെ ആയിട്ട് നോക്കുമ്പോൾ തന്നെ 1114 1114 ജഡ്ജിമാർ ഇന്ത്യക്ക് വേണ്ടതാ. പക്ഷെ ഇപ്പം കുറെ ഒഴിവുകളൊക്കെ നികത്താത്തോണ്ട് 770 ഉള്ളൂ. എനിക്കൊന്ന് ഹൈക്കോർട്ടുകളിലെ ജഡ്ജിമാരുടെ എണ്ണം ആയിരിക്കണം. അപ്പൊ ആ ജഡ്ജിമാരുടെ കുറവ്, പിന്നെ അതല്ലാതെ ഈ ഒരുപാട് നമ്മളെ ട്രിബ്യൂണൽസ് ഒക്കെ ഇന്ത്യയിലുണ്ട്, അതായത് സ്പെസിഫിക് കേസസ് മാത്രം കൈകാര്യം ചെയ്യുന്ന ട്രിബ്യൂണൽസ് ഒക്കെ. ആ ട്രിബ്യൂണൽസ് പലത് അടച്ചു പൂട്ടിയിട്ട് അതിന്റെ കേസും കൂടെ ഹൈക്കോടതികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് പ്രശ്നമാവുന്നുണ്ട്. അപ്പൊ ഹൈക്കോടതികളുടെ മുകളിൽ ജോലിഭാരം കൂടുന്നു. ഇനി ഹൈക്കോടതികൾ മിക്കവാറും പുറപ്പെടുവിക്കുന്ന വിധികളിലൊന്നും സാറ്റിസ്ഫൈ ആവാതെ ആൾക്കാരെല്ലാം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും. അത് അണ്ടർ ആർട്ടിക്കിൾ 136 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് പോസിബിൾ ഇഫ് യു ആർ അഗ്രീവ്ഡ് വിത്ത് verdict or judgment of High Court, you can approach Supreme Court, since Supreme Court is an appeal court against the High Court's decisions. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പൊ സാങ്ഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 34 ജഡ്ജിമാരാണ്. ആ 34 ജഡ്ജിമാരുടെ കോട്ട കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉണ്ട്, ഒരു വേക്കൻസി പോലും ഇല്ല. പക്ഷെ സ്റ്റിൽ അവിടെ ഇതുപോലെ ഒരുപാട് അപ്പീൽ കേസുകളൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് പെൻഡിങ് ലിറ്റിഗേഷൻസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കാന്നൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ ആണെന്നല്ലേ ഇതിൽ പറയുന്നത്. വേറെ നല്ല ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തണം എന്നൊക്കെ. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒക്കെ എല്ലാവരും അതിന് തയ്യാറാവത്തില്ല. അപ്പം എങ്ങനെ പരിഹരിക്കാന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സജഷൻ ഇതിൽ പറയുന്നില്ല. പ്രോബ്ലം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സജഷൻ പറയുന്നുണ്ട്, ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒക്കെ പറയാം. പിന്നെ പൊളിറ്റിക്സ് ഓഫ് ഡേറ്റാ ബേസ്ഡ് പോളിസി മേക്കിംഗ് എന്ന് പറഞ്ഞൊക്കെ ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അത് ഇതുപോലെ നമ്മൾ ഈ ഡേറ്റ, യഥാർത്ഥ ഡേറ്റയും ക്വാളിറ്റി, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മുടെ വ്യത്യാസത്തെ കുറിച്ചൊക്കെ ഇത് പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൻധൻ യോജന ഉണ്ടല്ലോ. ജൻധൻ യോജന എന്നൊരു സ്കീം ഒരു ഭയങ്കര സക്സസ് ആയിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ കിട്ടുന്ന പരിപാടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി ആ സ്കീം സ്റ്റാർട്ട് ചെയ്ത് 50 കോടി അങ്ങോട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഈ പറഞ്ഞ ജൻധൻ യോജനയുടെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തു. വേൾഡിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം പറഞ്ഞ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് കയറി. പക്ഷെ ഇപ്പോഴും ആ അക്കൗണ്ട് ആക്സസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അക്കൗണ്ട് ഒരുപാട് ആൾക്കാർ കൊടുത്തു, പക്ഷെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പോലും പലർക്കും അറിയത്തില്ല. അപ്പം അതുപോലെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അപ്പം ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യവും ഈ ആക്ച്വൽ ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചാണ് അങ്ങനെയൊക്കെ ഇതിൽ പറയുന്നത്. അപ്പം അതുപോലെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീ ഫുഡ് കൊടുക്കാനുള്ളതാണ്. അരിയും ഗോതമ്പൊക്കെ റേഷൻ ഷോപ്പ് വഴി ഫ്രീ ആയിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ റാങ്ക് എന്ന് പറയുന്നത്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 111 ആണ്, 111 ആണ്. അപ്പൊ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാര്യം എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഇത് ആക്സസ് ചെയ്യേണ്ട ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നില്ല ഈ പറഞ്ഞ ഫുഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോസ്കിറ്റോയുടെ ശല്യം ഇതിൻ്റെ അകത്ത്. ഞാൻ ഈ ഗുഡ് നൈറ്റ് ആണ് നോക്കുന്നത്, പക്ഷെ കാണുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് ഡയറക്ട്ലി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഉള്ള സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ ഫുഡ് പലപ്പോഴും കിട്ടാതെ പോകുന്നു. രണ്ടാമത്തെ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഇല്ല. ഈ അരിയും ഗോതമ്പ് മാത്രം കൊണ്ട് ന്യൂട്രീഷൻ കിട്ടത്തില്ലല്ലോ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ റാങ്ക് ഒക്കെ താഴോട്ട് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഫുഡ് ഗ്രെയിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന സ്കീമുണ്ട്. പക്ഷെ ആ ഒരു ഡേറ്റ നോക്കുമ്പോൾ ഇന്ത്യ സഫീഷ്യന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ ഡേറ്റയ്ക്ക് അപ്പുറം ഇങ്ങനെ ചില ഫാക്ട്സ് ഉണ്ട്, അത് പലപ്പോഴും പുറത്തു വരുന്നില്ല. അതൊക്കെയാണ് നമ്മളുടെ ഈ ഗ്ലോബൽ റാങ്കിങ്ങിലൊക്കെ പിന്നോട്ടുള്ള കാരണം. അപ്പൊ അങ്ങനെ ഈ ഡേറ്റ ബേസ്ഡ് പോളിസി മേക്കിങ്ങിന്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കാം, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ എങ്ങനെയാണ് സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ട്, ഇപ്പൊ ഇന്ത്യയുടെ ലോകത്തിലെ സ്വർണത്തിന്റെ വില കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് 40% കൂടി. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ 1000 രൂപയ്ക്ക് സ്വർണം മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് 1400 രൂപയായി കാണും ആ സ്വർണം നിങ്ങളുടെ കയ്യിലിരുന്നാൽ. മേടിക്കാൻ പോകുമ്പോൾ ഇപ്പൊ അതിന് മേടിക്കുന്ന ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ കാരണങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ അമേരിക്കയിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയുമ്പോൾ
പൊതുവെ ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. സ്വർണ്ണം ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിക്കൂട്ടും ആസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വിദേശ നാണയ കരുതൽ ശേഖരം ബാങ്കുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ സെൻട്രൽ ബാങ്കുകൾ, ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കഴിഞ്ഞ വർഷം വാങ്ങിക്കൂട്ടിയ സെൻട്രൽ ബാങ്കുകളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ RBI. അപ്പൊ ബാങ്കുകൾ ഇങ്ങനെ ടൺസ് ഓഫ് സ്വർണം വാങ്ങിക്കൂട്ടുമ്പോൾ അതും സ്വർണത്തിന്റെ വില കൂടാൻ കാരണമാവും. പിന്നെ എപ്പോഴും വർഷത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില അല്ലാതെ തന്നെ കൂടാറുണ്ട്. അതിന്റെ കാരണം ഇന്ത്യയിലെ മാരേജ് സീസൺ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ദീപാവലി, പൂജ പോലുള്ള ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻസ്, ഫെസ്റ്റിവൽസ് എല്ലാം വരുന്ന സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയറിലാണ്. അപ്പം സെക്കൻഡ് ഹാഫിൽ എപ്പോഴും വില അങ്ങനെയും കൂടാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഗോൾഡിന്റെ വില കൂടുന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ള എൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ ഈ റെക്കഗ്നൈസിംഗ് ദ എക്കണോമിക് വാല്യൂ ഓഫ് അൺപെയ്ഡ് വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആർട്ടിക്കിളുണ്ട്. ഇതെല്ലാം ഞാൻ ഈ സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള ആർട്ടിക്കിൾസാണ്. ഇന്ത്യയിൽ അൺപെയ്ഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ടുണ്ട്. ഇന്ത്യയുടെ മൊത്തം GDP-യിലേക്ക് 7% കോൺട്രിബ്യൂഷൻ വരുന്ന അൺപെയ്ഡ് വർക്ക് എന്നാണെന്നാണ് പറയുന്നത്. അൺപെയ്ഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് മെയിൻലി അൺപെയ്ഡ് വർക്കിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്ക് ഉണ്ടല്ലോ, കെയർ ഗീവിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം, അപ്പം അല്ലെങ്കിൽ കൊച്ചുങ്ങളെ നോക്കുന്നതും ഒക്കെ. അപ്പം അത് അവരൊരു ദിവസം 6-7 മണിക്കൂർ 7-8 മണിക്കൂറൊക്കെ ആവറേജ് ഒരു സ്ത്രീ പൈസ കിട്ടാതെ, ഞാൻ നമ്മുടെ വീട്ടിലെ അമ്മമാരെ പോലുള്ള അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ വീട് മാത്രമായിരിക്കും നോക്കുന്നത്. അപ്പം അവർ ഒരു പൈസയും കിട്ടുന്നില്ലല്ലോ അതിന്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഏതാണ്ട് 36 അവേഴ്സ് ഒരാഴ്ചയിൽ ഒരു സ്ത്രീ ഇങ്ങനെ അൺപെയ്ഡ് ആയിട്ട് ഡൊമസ്റ്റിക് വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ഇതിന്റെ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് എങ്ങനെയാണ് എൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ അമ്മ ഒരാഴ്ചയിൽ 36 മണിക്കൂർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കരുതിക്കോ. ഞങ്ങളെ കൊച്ചിലെ ഞങ്ങളെ നോക്കിയ അമ്മയാണ്. അപ്പോൾ ഇതൊരു നമ്മളൊരു കെയർ ഗീവറിനെ വിളിച്ചാണ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അതിനൊരു പേയ്മെന്റ് കാണുമല്ലോ. ഇപ്പം നമ്മൾ പലപ്പോഴും ഏജൻസി എന്നൊക്കെ വിളിച്ച്, അപ്പോൾ ആ പേയ്മെന്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും എക്കണോമിക് വാല്യൂ എന്താണെന്ന്. ഇത് ഓൾ ഓവർ ഇന്ത്യ നോക്കുമ്പോൾ നമ്മളുടെ GDP-യിലേക്ക് ഇവർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് മനസ്സിലാവും. ഏതാണ്ട് 7%. അത് പല രാജ്യങ്ങൾക്ക് പല രീതിയിലാണ്. ചില രാജ്യങ്ങൾക്ക് 15-20% വരെ ഈ അൺപെയ്ഡ് വർക്ക് അവരുടെ GDP-യിലേക്ക് ഈ പറഞ്ഞ മെയിൻലി സ്ത്രീകളാണ് അൺപെയ്ഡ് വർക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇന്ത്യയിൽ പക്ഷേ അത് 7%. ഈവൻ ഇഫ് ഇറ്റ് ഈസ് 7%, ഇറ്റ് ഈസ് എ ബിഗ് ഫിഗർ. അത് എത്ര ലക്ഷം കോടിയാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് അപ്പൊ സ്ത്രീകളെ ഒരു നമ്മളുടെ അല്ലെങ്കിൽ ഈ അൺപെയ്ഡ് വർക്കിനെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം നമ്മളുടെ എക്കോണമിക്ക്, അതുപോലെ നമ്മളുടെ ലേബർ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ഫോർമലി സ്ത്രീകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയാൽ അത് എത്രമാത്രം നമ്മുടെ GDP അഡീഷണൽ ഇൻക്രിമെന്റ് ഉണ്ടാക്കും, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതൊരു സ്റ്റഡിയാണ്. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം പഠിക്കാനുള്ളത്, ഇന്ത്യ ജോയിന്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് അസറ്റ് റിക്കവറി നെറ്റ്വർക്ക്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ARINAP എന്ന് പറയും. ARINAP എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ അസറ്റ് റിക്കവറി ഇന്റർ ഏജൻസി നെറ്റ്വർക്ക് ഏഷ്യ പസഫിക്. അസറ്റ് റിക്കവറി ഇന്റർ ഏജൻസി നെറ്റ്വർക്ക് ഏഷ്യ പസഫിക് ആണ് AP, അല്ല ആന്ധ്രാപ്രദേശ് ഒന്നും വായിക്കരുത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏഷ്യ പസഫിക് മേഖലയില് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഉണ്ടെന്ന പ്രൊസീഡിങ്സ്, ക്രിമിനൽ ഇപ്പം ലോറൻസ് ബിഷ്ണോയ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ പ്രൊസീഡിങ്സ് ചിലപ്പോൾ പല രാജ്യങ്ങളിലായിരിക്കും ഇങ്ങോട്ട് സൂക്ഷിച്ചേക്കുന്നത്. ഇത് റിക്കവർ ചെയ്തെടുക്കണം. അപ്പൊ ഏഷ്യ പസഫിക് എന്ന് പറയുന്ന മേഖലയുണ്ട്, ആ മേഖലയിലാണ് ഇന്ത്യയൊക്കെ വരുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുടെ അതിന്റെ കൂട്ടായ്മയാണ് ARINAP എന്ന് പറയുന്നത്. ഇനി ലോകത്തിൽ അതിന്റെ കൂട്ടായ്മ കാരിൻ എന്ന് പറയും. കാരിൻ ലോകത്തിന്, കാരിൻ എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ കാംഡൻ അസറ്റ് റിക്കവറി ഇന്റർ ഏജൻസി നെറ്റ്വർക്ക് എന്നാണ്. കാംഡൻ, CAMDEN, കാംഡൻ അസറ്റ് റിക്കവറി ഇന്റർ ഏജൻസി നെറ്റ്വർക്ക്, അതാണ് കാരിൻ. ഈ കാരിന്റെ ഒരു പാർട്ടാണ് ARINAP എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ഈ ARINAP-യുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇപ്പം സെലക്ടഡ് ആയി. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇന്ത്യ ARINAP-യുടെ, ഈ കാരിന്റെ അല്ല, ARINAP-യുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇന്ത്യ സെലക്ട് ആയി. 2026 ഇന്ത്യ ആവും അതിന്റെ ഹെഡ്. 2026 അതിന്റെ പ്രസിഡന്റ് ഇന്ത്യ ആവും. ഇപ്പൊ 2024 അവസാനിക്കാൻ പോയാണ്, 26 ഇന്ത്യ ആവും. അപ്പൊ ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇതിന് ഇന്ത്യ റെപ്രസെന്റ് ED ആണ്. കാര്യം എന്താണ്? മണി ലോണ്ടറിങ്ങും ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ വഴി വരുന്ന പണമാണ്. അപ്പൊ അതിന്റെ റിക്കവറിയും അസറ്റ് റിക്കവറി ഒക്കെ നടത്തി അതിന്റെ കേസ് ചേർന്നത് ED ആണ്. അതുകൊണ്ടാണ് ED ആണ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ അകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിനടുത്ത പേജ് ഫുൾ പൊളിറ്റിക്സ് ആണ്.
ഹിമാന്ത ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഹിമാന്ത ബാറ്റ്സ് ഫോർ ഇൻക്ലൂഷൻ ഓഫ് ഹോ ലാംഗ്വേജ് ഇൻ 8th ഷെഡ്യൂൾ. ഹോ ഇത് ഛത്തീസ്ഗഡിലെ ഒരു ട്രൈബൽസ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോറി, ഛത്തീസ്ഗഡിലെ ജാർഖണ്ഡിലെ ട്രൈബൽസ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹോ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ്. ഇതിനെ ഇന്ത്യയുടെ 8th ഷെഡ്യൂളിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂൾ ഈസ് ഫോർ ഈ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇന്ത്യസ് ഈ പറഞ്ഞ മെയിൻ ലാംഗ്വേജസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ടോട്ടലി 22 ലാംഗ്വേജസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹിമാന്ത ബിശ്വ ശർമ്മ, Chief Minister of Assam, is batting for inclusion of Ho language, which is being used by tribals of Jharkhand into the 8th schedule of Indian Constitution, which is actually having 22 languages in 8th schedule. അപ്പോൾ അത് പഠിച്ചു വെച്ചോ, 8th schedule. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ള കാര്യം. പിന്നെ അതിൻ്റെ അടുത്ത പേജ് പോകുമ്പോൾ ICMR-നെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ICMR ഇന്ത്യയുടെ ബയോടെക്നോളജി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യയുടെ ഒരു പിവറ്റൽ റിസർച്ച് ഏജൻസി ഓഫ് ഗവൺമെന്റ്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. മെഡിക്കൽ സെക്ടറിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഏജൻസിയാണ് ICMR. കോവാക്സിൻ എന്ന് പറഞ്ഞ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ICMR കൂടെ ചേർന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഇന്നോവേറ്റർ ആണ് ICMR, റിസർച്ച് ഏജൻസിയാണ്. ഓക്കെ, പിന്നെ വേറെന്താണ് ഇവിടെ? വേറെ അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സെന്റേഴ്സ് ഫിസ്ക്കൽ ഗ്യാപ്പ് ഈസസ് ബട്ട് എബിംഗ് കാപെക്സ് സ്പേസ് എ വറി എന്ന് പറഞ്ഞൊരു ന്യൂസ് ആണ്. ഫിസ്ക്കൽ ഗ്യാപ്പിന് ഇങ്ങനെ ഫിസ്ക്കൽ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നെങ്കിലും എക്കണോമിക് ടേംസിൽ അതിനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എക്കണോമിക്സിലാണ് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നാണ്. Fiscal deficit is the gap between revenue and expenditure of a country. If expenditure is more and revenue is less, then definitely there will be a gap, and that is known as fiscal deficit. Fiscal deficit should be within a certain limit. Fiscal deficit is common for almost all the countries in the world. Even if it is a developed, almost all the cases there will be fiscal deficit for every countries. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് റവന്യൂ എക്സ്പെൻസ് നമ്മൾ ഡിഫറൻസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരു ലിമിറ്റിനകത്ത് നിർത്താൻ പറ്റണം. ആ ലിമിറ്റ് ഇപ്പൊ നമ്മള് ബഡ്ജറ്റിൽ ടാർഗറ്റ് ചെയ്തേക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ലിമിറ്റ് ഇതിൽ കാണും 4.9% GDP ആണെന്നാണ് എന്റെ ഓർമ്മ. ഇവിടെ എവിടെയെങ്കിലും കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 4.9% ഓഫ് GDP മറ്റോ ആണ് നമ്മൾ ഈ വർഷത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്തോളണം, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. 4.9% ഓഫ് GDP ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസിലി ഈ 4.9% ഓഫ് GDP-ക്കകത്ത് നിർത്താൻ പറ്റും. പലപ്പോഴും ക്രോസ് ചെയ്തൊക്കെ പോകാറുണ്ട്. നമ്മൾ കൂടുതൽ കടം മേടിക്കുമ്പോഴാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായ കടം മേടിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ വരുമാനത്തെക്കാളും കൂടുതൽ ചെലവാണെങ്കിൽ കടം മേടിക്കണ്ടേ. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് കൺട്രീസ് ഓൾസോ. അപ്പം കടം മേടിക്കുന്നതിന്റെ ലിമിറ്റ് ഈ 4.1% ഓഫ് GDP-ക്കകത്ത് നിർത്തണം. 4.1 4.9 ആണ്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. 4.1 അല്ലെങ്കിൽ 4.9. അപ്പൊ എന്തായാലും ഈ വർഷം അതിനകത്ത് നിൽക്കും. കാര്യം ഹാഫ് ഇയർ ആയപ്പോഴത്തേക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ വളരെ കുറവാണ്. നമ്മൾ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ 29.4% ആയിട്ടുള്ളൂ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗിയുടെ IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ വരുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോ താഴെ ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇലക്ഷനെ കുറിച്ചാണ്. അമേരിക്കയിലെ ഇലക്ഷനെ കുറിച്ച് തന്നെയാണ്. 2 ദിവസത്തേക്ക് അതായിരിക്കും. നവംബർ 5-നാണ്. നവംബർ 1st ആയി. ഇന്ന് കേരള പിറവിയാണ്. നവംബർ 5-നാണ് അമേരിക്കയിൽ ഇലക്ഷൻ. ഓക്കെ, പിന്നെ ഇവിടെ മറ്റ് ന്യൂസുകൾ ഒന്നുമില്ല. സ്പോർട്സ് പേജിൽ പോകുമ്പോൾ ICC ബൗളേഴ്സിന്റെ റാങ്കിങ്ങിൽ കുറെ കാലം ജസ്പ്രീത് ബുംറ ആയിരുന്നു നമ്പർ 1. അതിപ്പോ സൗത്ത് ആഫ്രിക്കയുടെ കാഗിസോ റബാഡ. South Africa bowler. He is the number 1 bowler in the world right now, and India's Jasprit Bumrah fell to the number 2 position. Previously, he was the number 1 in the ICC bowlers ranking. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ വേറൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ.